ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊരു ആംപ്ലിഫയർ ആണ്. ഇത് കണ്ടോ. അപ്പൊ ഇത് കംപ്ലൈന്റ് ആണ്. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായി കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതിന് കംപ്ലൈന്റ് ഇത് ഓണായി പവർ റെഡിയാണ്. കണ്ടോ, പവർ ഓണായി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇതിന് ഒരു അനക്കൊന്നുമില്ല. കണ്ടോ, ഇത് കണ്ടോ, ചെറിയൊരു സൗണ്ട് ഉണ്ട് എന്നല്ലാതെ കണ്ടോ, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. കണ്ടോ, അപ്പൊ ഇതതിന് കംപ്ലൈന്റ്. ഇത് സ്പീക്കർ, ഇതതിന് സ്പീക്കർ കേട്ടോ. പക്ഷെ ഇത് വർക്ക് ചെയ്യണില്ല. കണ്ടോ, ഇവിടെ ഡിസ്പ്ലേ ഒന്നും വർക്ക് ചെയ്യണില്ല. കണ്ടോ, പവർ റെഡിയാണ്. കണ്ടല്ലേ. അത് നമുക്ക് നയിച്ചു നോക്കിയാലോ നമുക്ക് കേട്ടോ. നമുക്ക് ഓരോ ഭാഗം ചെക്ക് ചെയ്താൽ നമുക്ക് പോരാട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളെ ആംപ്ലിഫയർ കേട്ടോ. അപ്പൊ ഇതിന്റെ പിന്നെ ഈ ട്രാൻസ്ഫോമർ കംപ്ലൈന്റ് ഇല്ല. അതേപോലെ തന്നെ ഇതിന്റെ വയറും കംപ്ലൈന്റ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പവർ ബട്ടൺ നീക്കി കഴിഞ്ഞാൽ ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവിടെ വരെ നമുക്ക് എന്തെയ്യുന്നുണ്ട്, ഇതിന്റെ ഇവിടെ നമുക്ക് റെഡി ഉണ്ട്, ഡയോഡ് നമുക്ക് റെഡി ആക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ട്രാൻസ്ഫോമർ റെഡിയൊക്കെ ആയിട്ടാണ് ഇവിടെ ഈ ലൈറ്റ് വർക്ക് ചെയ്യണത്. ബോർഡിലേക്ക് സപ്ലൈ വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് എന്താ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിന് ഡിസ്പ്ലേക്ക് വരുന്ന വോൾട്ട് ഇതാ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇത് 5 വോൾട്ടിലാണ് ഡിസ്പ്ലേ വർക്ക് ചെയ്യുക. അത് നമുക്ക് എന്താ അത് നമുക്ക് ഡിസ്പ്ലേ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അവിടെ എത്ര വോൾട്ടാണ് വരുന്നത് എന്നുള്ളതും ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡ് നമുക്കൊന്ന് അയച്ചു നോക്കണം. കാരണം ഇതിലേക്ക് വരുന്ന പോയിന്റ് ഇതിന്റെ അടിയിലാണ് വരുന്നത്. അപ്പൊ ഈ ബോർഡ് നമുക്ക് അയച്ചു നോക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട് എന്തുവാ നിങ്ങള് ഇതൊരിക്കലും ഇവിടെ ഇതിന്റെ ഫ്ലഗ് ഇവിടെ അയക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ഇതേമാതിരി ഇത് കറണ്ട് ഡയറക്റ്റ് വരികയാണത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് അയക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ഷോക്ക് അടിക്കും കേട്ടോ. അപ്പൊ നമ്മള് അയച്ചാണ് വയറിങ്ങണ്ടല്ലേ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇതിന്റെ സ്ക്രൂ ഉണ്ടാവും ഇവിടെ, ഇത് നമുക്കൊന്ന് അയക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ബോർഡ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് പിന്നെ ഇനി നമുക്കൊന്ന് പവർ നമ്മൾ കൊടുത്തൊന്ന് ഓൺ ആക്കണം നമുക്ക് കേട്ടോ. അവിടെ ഓണുണ്ടോ. അപ്പൊ നിങ്ങൾ ഇനി ഇവിടെ ശ്രദ്ധിക്കണ്ടോ. കാരണം ഇവിടൊക്കെ കൈ തട്ടി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അതായത് പവർ ഡയറക്റ്റ് വരികയാണെങ്കിൽ കേട്ടോ. ഈ ട്രാൻസ്ഫോമർ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, എന്നാലും ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ ചെയ്യുമ്പോ. അപ്പൊ പിന്നെ നമ്മുടെ മൾട്ടിമീറ്റർ ആണ്. മൾട്ടിമീറ്റർ എന്ത് ചെയ്യാം, നമുക്ക് 20 നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടല്ലേ. അപ്പൊ കണ്ടോ, ഇനി ഇതാണ് നമ്മളെ ബോർഡിലേക്ക് ഒരു 5 വോൾട്ട് സപ്ലൈയുടെ വയറാണ് ഇത്. കണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇത് വരുന്ന പോയിന്റ് ആണ് ഈ കാണുന്നത്. കണ്ടോ, ഇതൊരു പോയിന്റും ഇതൊരു പോയിന്റും. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പൊ ഇതിലേക്ക് ഇവിടെ വോൾട്ട് റെഡി ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ചിലപ്പം പിന്നെ ഇത് നമ്മളെ 12 വോൾട്ട് ആണല്ലോ നമ്മൾ ട്രാൻസ്ഫോമർ വരിക. ഈ 12 വോൾട്ട് വന്ന് 5 വോൾട്ട് ആക്കണ IC ആണ് ഈ കാണുന്നത്. ഇത് പോയാലും നമുക്ക് ഇതിലേക്ക് സപ്ലൈ വരില്ല. അത് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. മൾട്ടിമീറ്റർ റെഡിയാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പം ഇതാണ് ഇതിന്റെ മൈനസ് വരുന്നത്. കണ്ടോ, ഇതാണ് ഇതിന്റെ പ്ലസ് വരുന്നത്. അപ്പൊ കണ്ടോ 5 വോൾട്ട് 5.1. അപ്പൊ ഇത് 5 വോൾട്ട് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പൊ ഇനിയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഇതിന്റെ ബോർഡ് കംപ്ലൈന്റ് ആകാനാണ് സാധ്യത. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വയർ ഇടയ്ക്ക് പിന്നെ കട്ടായി പോയണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. പക്ഷെ അതിന് സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഇവിടെയും 5 വോൾട്ട് തന്നെ കാണിക്കുന്നു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമുക്ക് ഈ ബോർഡ് കംപ്ലൈന്റ് ആണ്. അപ്പൊ ഈ ബോർഡ് നമുക്കൊന്ന് അയക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ പവർ ഇത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പൊ ഈ മൾട്ടിമീറ്റർ ആവശ്യം കഴിഞ്ഞാൽ ഓഫ് ആക്കുക. മറ്റേ ബാറ്ററി പെട്ടെന്ന് തന്നെ ചാർജ് തീരും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് അയച്ചു നോക്കാം കേട്ടോ. നമ്മള് സ്ക്രൂറൊക്കെ സേഫ്റ്റി ചെയ്ത് തന്നെ എടുത്ത് വെക്കട്ടെ. കാര്യം രണ്ടാം ഫിറ്റ് ചെയ്യുമ്പോ പിന്നെ പ്രയാസമായിക്കാറ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ പഴയ ബോർഡ്. കണ്ടില്ലേ. അപ്പം ഈ ബോർഡ് നമ്മൾ ചെയ്യാൻ ഒന്നും കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ ഐസിങ് കാര്യമൊക്കെ ആയിക്കാരം. അപ്പൊ ഇത് വളരെ പ്രയാസമായിക്കാറ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്താ, അപ്പൊ ഈ ബോർഡ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാൻ പോട്ടെ. വേറെ നമുക്ക് ഇവിടെ ചെയ്യാനൊന്നും കഴിയില്ല. കാരണം ഇവിടെ ഇതിന്റെ ഐസിയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞ് ഐസിയാണ്. കണ്ടില്ലേ. SMD ടൈപ്പ് IC ആണ് കണ്ടോ. അപ്പൊ നമുക്ക് ഈ ബോർഡ് നമുക്ക് കൂടെ ചേഞ്ച് ആയി കൊടുക്കാം നമുക്ക് കേട്ടോ.
അപ്പൊ ഇതാ ഞാൻ പുതിയ വാങ്ങിയ ബ്ലൂടൂത്തിന്റെ ബോർഡ് കണ്ടല്ലേ, കണ്ടോ? ഇതാ റിമോട്ടാണ് ഈ കാണുന്നത്, പിന്നെ അതിന്റെ വയറും കാര്യമൊക്കെയാണ് കാണുന്നത്, പിന്നെ എന്താണ് അതിന്റെ ബോർഡാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ വാങ്ങിയ പുതിയ ബോർഡ് കണ്ടല്ലേ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമുക്ക് ഇവർ തന്ന വയർ തന്നെ കാണുന്നത്, ഇത് എന്ത് ചെയ്യാ, ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലേ, ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, നമ്മളെ ഇതിമ്മടെ വയറുണ്ടല്ലോ, ഇത് കൊടുത്താലും മതി കേട്ടോ. ഇത് ചെറിയ വയറാകുമ്പോൾ ചിലപ്പോൾ ജോയിൻ ചെയ്യേണ്ടി വരും, വലിപ്പം നീളം കമ്മിയാണ് ഇത് കേൾക്കേണ്ടി വരും കേട്ടോ. അപ്പം തിരക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ കൊടുക്കുക. അവിടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ കണ്ടങ്ങള് പിന്നെ 5 വോൾട്ട് പ്ലസ് ആണിത് കണ്ടോ, 5 വോൾട്ട് നിന്ന് പ്ലസ് കൊടുക്കുക. ഇവിടെ GND ആണ്, ഗ്രൗണ്ട് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ മാറിപ്പോയത് ചിലപ്പോൾ ഇതിന് ബേക്കിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ഇതിന് ബേക്കിലില്ല. അപ്പൊ ഇവിടെ കൊടുത്തത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടില്ലേ, വീഡിയോ വ്യക്തമാകുണ്ടാവും വിചാരിക്കണേ. ഈ ഫസ്റ്റ് പിന്നാണ് 5 വോൾട്ട് പ്ലസ് വരുന്നത്, ഈ രണ്ടാമത്തെ ഗ്രൗണ്ട് ആണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, ഇതാണ് നമ്മളെ, ഇത് റെഡാണ് നമ്മളെ പ്ലസ് വരിക, ബ്ലാക്ക് മൈനസ് ആയിട്ട് വരിക. അപ്പൊ എന്ത് ചെയ്യാ, അത് മാറാതെ തന്നെ പിന്നെ എല്ലാ ബോർഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അത് അതേമാതിരി തന്നെ എന്ത് ചെയ്യാ, അപ്പൊ എന്ത് ചെയ്യാ, നോക്കിയിട്ട് മാറാതെ വേണം ചെയ്യാനായിട്ട് കണ്ടില്ലേ. അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു, ഓക്കെ കണ്ടില്ലേ. ഇനി ഒന്നും വേണം, നേരെ ഇതാണ് നമ്മളെ പുതിയ ബോർഡിന്റെ വയർ. ഇത് നേരെ എന്ത് ചെയ്യാ, ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് മാറണമൊന്നുമില്ല, കണ്ടോ ഇവിടെ 2 ചാല് കാണാം, 2 പോയിന്റ് കാണാൻ. നേരെ എന്ത് ചെയ്യാ, ഈ ഗ്യാപ്പിലേക്കാണ് ഇറക്കി കൊടുത്താൽ ഇത് കറക്റ്റേ കയറും കണ്ടോ. അപ്പം എന്താ വെച്ചാൽ ഈ റെഡ് വയർ ഇത് FM-ന്റെ ഏരിയന്റെ വയറാണിത് കേട്ടോ. പക്ഷെ ഇതിന്മേൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പഴയ ബോർഡുമേല് ഇവിടുന്നാണ് ഇതിന്റെ ആ ഏരിയന്റെ വയർ പോണത് കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ എന്നോട്ടെ, നമുക്ക് എന്താ ചെയ്യാം, ഇതില് പിന്നെ ഇതിവിടെ 3 വയറാണുള്ളത് കണ്ടില്ലേ. ഇതില് സെന്ററത്തെ വയറ് മാറാൻ പാടില്ല. ഈ 2 വയറിന് അങ്ങോട്ടും ഇങ്ങോട്ട് പിരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. കാരണം ഈ സെന്ററത്തെ വയർ ഇതിങ്ങനെ തന്നെ വേണം കണക്ഷൻ വരാൻ, എന്താണ് മാറിപ്പോയത് കേട്ടോ. അപ്പം ഇതേമാതിരി തന്നെ ഇത് ഈ സെന്ററത്തെ ഈ ബ്രൗൺ വയർ ഇതാ, ഈ വയർ നമുക്ക് മാറാൻ പാടില്ല കേട്ടോ. ഈ ബ്ലാക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിച്ച് കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ടേ, ഇതിന്റെ സെന്ററത്തെ വയറാണ് ഈ വയർ കണ്ടല്ലേ. ഇത് ഞാൻ എന്ത് ചെയ്യണ്ട്, ഇത് ഞാന് ഈ ബോർഡിൽ ഈ ഭാഗത്തേക്ക് തന്നെ വയർ വേണം കണ്ടല്ലേ. അപ്പൊ അവിടുന്ന് ഞാൻ വയർ അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് വയർ ആദ്യം അവിടെയുള്ള വയറാണത്, ഇപ്പൊ പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാ, ഇതാണ് സെന്ററത്തെ വയർ, മാറിപ്പോരുത്. ഈ 2 വയർ കൂട്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാ, ഇവിടെ നമുക്കൊന്ന് സോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അത് നമ്മള് സോൾഡ് ചെയ്ത് കൊടുത്തു കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാ, ഈ റെഡ് വയർ ഇവിടുന്നുണ്ട് റിമൂവ് ചെയ്യാം കേട്ടോ. ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഇവിടെ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ബ്ലാക്ക് വയർ നമുക്ക് റിമൂവ് ചെയ്യാം കണ്ടില്ലേ. നമുക്ക് ആ വയർ പോകുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിമത്തെ ഈ വയർ ഇതാ, അതായത് 1 ഇതാണ്, 2ാമത്തെ വയർ ഇവിടെ സോൾഡ് ചെയ്ത്, 3ാമത്തെ വയറാണിത് കേട്ടോ. ഈ വയർ നമുക്ക് നേരെ സോൾഡ് ചെയ്ത് തന്നെ ഈ സൈഡിലായിട്ട് തന്നെ സോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഇതാണ് FM-ന്റെ വയർ. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഇവിടുന്നാണ്ട് റിമൂവ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്താ, ഇതിന് കൂടെ നമുക്കൊരു സീവ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമ്മളെ ഏരിയന്റെ വയർ, അതാണ് അവിടെ വെച്ച് നമ്മൾ സോൾഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് നീക്കി കൊടുക്കുക. നമുക്ക് ഒന്നാണ് ഹീറ്റായി കൊടുക്കുക കേട്ടോ, ചൂടായി കൊടുത്താൽ മതി അല്ലേ. കറക്റ്റ് റെഡി ആയി കേട്ടോ. അപ്പൊ ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം കേട്ടോ. കണ്ടില്ലേ, ബോർഡ് വർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ ഒന്ന് എന്താ വെച്ചാല് നമുക്കൊന്ന് ഫിറ്റ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യിക്കാൻ. ഇതിന് ഐസി പെട്ടെന്ന് ഇതിന് ചൂടാവും കേട്ടോ. അപ്പൊ ഇതാണ് ഐസി. അപ്പൊ നമ്മള് ഗേസിന് ഫിറ്റ് ചെയ്തിട്ട് വേണം അത് വർക്ക് ചെയ്യിക്കാൻ, അതാണ് നല്ലത് കേട്ടോ. അപ്പൊ ഐസി പോയാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായി കയറാം. അപ്പൊ നമുക്ക് ഈ ബോർഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ നമ്മളെ ബോർഡ് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തു കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൂടൂത്തിന്റെ ഈ ബോർഡും കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ സംഗതികളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഓണാക്കി നോക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇതാണ് ഓണായി കേട്ടോ, കണ്ടില്ലേ. അപ്പൊ സൗണ്ടും കാര്യമൊക്കെ ഉണ്ട് കണ്ടില്ലേ. ഇതാണ് ബോക്സ് കേട്ടോ, കണ്ടില്ലേ. AUX mode, Bluetooth mode, FM mode. ഇതൊക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് അടിക്കുക, നിങ്ങളെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യമേ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തിലെ ബെല്ലൈക്കൻ ഓണാക്കിയാല് ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, അടുത്തോടെ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ ഇതിന് റിമോട്ടും കാര്യം ഇതിനിപ്പോ ഉണ്ടാവും കേട്ടോ. Power off, FM mode, AUX mode, Bluetooth mode, FM mode, power off.